MOM 7D നാലാമത്തെ ഒബ്ജക്റ്റീവ് എലമെന്റ് ഏഴാമത്തെ സ്റ്റാൻഡേർഡ് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷനിൽ അതൊരു കോർ ഒബ്ജക്റ്റീവ് എലമെന്റ് ആണ്. മെഡിക്കേഷൻസ് ഈസ് വെരിഫൈഡ് ഫ്രം ദ മെഡിക്കേഷൻ ഓർഡേഴ്സ് ആൻഡ് ഫിസിക്കലി ഇൻസ്പെക്റ്റഡ് ബിഫോർ അഡ്മിനിസ്ട്രേഷൻ. നമ്മുടെ മെഡിക്കേഷൻ ഓർഡേഴ്സ് ഇലക്ട്രോണിക്കലി BSAയിൽ അവൈലബിൾ ആണ്, ഡെസ്ക്ടോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ ഫയലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെയും അത് അവൈലബിൾ ആയിരിക്കണം. അത് വെരിഫൈ ചെയ്യണം. ഫിസിക്കലി ആ പ്രോഡക്റ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. നമ്മുടെ ഓർഡർ അനുസരിച്ചുള്ള മെഡിസിൻ തന്നെയാണ് എന്നതിൻ്റെ പേരും ഡോസും എല്ലാം വെരിഫൈ ചെയ്യണം. ഫ്രീക്വൻസി കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തണം. അതിൻ്റെ സ്ട്രെങ്ത് ഡോസേജ് കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തണം. ഇനി ഏതെങ്കിലും കാര്യം മിസ്സായിട്ടുണ്ട് ഓർഡർ ഇല്ലെങ്കിൽ, സ്വാഭാവികമായിട്ട് ഗ്രേപ്സ് ഉപയോഗിക്കുമ്പോൾ മിസ്സിങ് വരില്ല. കാരണം ആ മെഡിസിൻ ഓർഡർ എഴുതുമ്പോൾ ഒരു ഫീൽഡ് പോലും മിസ്സാകാതെ വളരെ കൃത്യമായിട്ട് നമ്മുടെ മെഡിസിൻ ചാർട്ടിങ് ഫംഗ്ഷൻ ഓട്ടോമേറ്റഡ് ആണ്. അതവിടെ നിങ്ങളെ വെരിഫൈ ചെയ്യിപ്പിച്ച് തന്നെ മുമ്പോട്ട് കൊണ്ടുപോയുള്ള ഒരു ഹൈ റിസ്ക് മെഡിക്കേഷൻസിൻ്റെ കാര്യത്തിൽ 2 ഡിഫറൻറ്റ് സ്റ്റാഫുകൾ അതിനെ ക്രോസ് വെരിഫൈ ചെയ്യണമെന്നാണ്. അത് നമ്മൾ വെച്ചിട്ടുള്ള ഫംഗ്ഷൻ പലപ്പോഴും ഹോസ്പിറ്റലിൽ നമ്മളടുത്ത് ഒരു ചോദ്യമായിട്ടൊക്കെ വന്നിട്ടുണ്ട്, എന്തിനാണ് ഈ ഒരു സ്റ്റെപ്പ് എന്ന്. ഈ ഒരു സ്റ്റാൻഡേർഡിൽ ഒബ്ജക്റ്റീവ് എലമെൻറ്റിനെയാണ് അവിടെ കീപ്പ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് ഓഫ് മെഡിക്കേഷനിൽ മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ സേഫ്റ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഹൈ റിസ്ക് മെഡിസിൻസ് മൾട്ടിപ്പിൾ പേഴ്സൺസ് വെരിഫൈ ചെയ്യണം എന്നുള്ളത്. ഒരു നേഴ്സോ ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ഇൻചാർജ് നേഴ്സോ മറ്റൊരു നേഴ്സോ അങ്ങനെ 2 വ്യത്യസ്തരായ പേഴ്സൺസ് ഡോക്യുമെൻ്റ് ചെയ്ത് തന്നെ വെരിഫൈ ചെയ്തിട്ടുണ്ടാവണം. 2 പേര് ഒരുമിച്ചിരുന്ന് ചെയ്യണമെന്നുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. സോ അതുകൊണ്ടാണ് 2 സ്റ്റെപ്പ് മെഡിസിൻ ചാർട്ടിങ്ങിലോ അഡ്മിനിസ്ട്രേഷനിലോ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വെരിഫിക്കേഷൻ മാനേജറിൻ്റെ ഒരു കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. MOM 7D മെഡിക്കേഷൻസ് ഈസ് വെരിഫൈഡ് ഫ്രം ദ മെഡിക്കേഷൻ ഓർഡേഴ്സ് ആൻഡ് ഫിസിക്കലി ഇൻസ്പെക്റ്റഡ് ബിഫോർ അഡ്മിനിസ്ട്രേഷൻ. നമുക്ക് ഹൈ റിസ്ക് മെഡിക്കേഷൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം. ഏതെങ്കിലും കാര്യം മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെലഫോണിക്കലി പറഞ്ഞു തരാണ്. വെർബൽ ആണെങ്കിൽ അതൊരു വെർബൽ ഓർഡർ കീപ്പ് ചെയ്യുന്നുള്ള മാനദണ്ഡം നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്. ആ വെർബൽ ഓർഡറിൽ എന്തെല്ലാം കീപ്പ് ചെയ്യണം, റിപ്പീറ്റ് ബാക്ക്, അതെല്ലാം തന്നെ പാലിച്ചു വേണം ഇവിടെ ചെയ്യാനായിട്ട്. ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിഫോർ അഡ്മിനിസ്ട്രേഷൻ ഇത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാനും ട്രീറ്റിംഗ് ടീമിൽ നിന്ന് അത് കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ കളക്ട് ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടും. അതുകൊണ്ട് മെഡിസിൻസിൻ്റെ വെരിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് നടക്കണം. MOM 7D.